കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം കവർന്ന കേസിൽ അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്നാണ് കാറിലെത്തിയ സംഘം ഈ സ്വർണം കവർന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ആണ് ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് മറ്റൊരു ജ്വല്ലറിയിൽ നിന്ന് ആഭരണം വാങ്ങിക്കാനെത്തിയ വ്യാജേന സ്വർണം തട്ടിയ മോഷ്ടിച്ച വാർത്ത വന്നിരുന്നു. ഇപ്പോഴും ഈ ഒരു വാർത്ത കൂടി വരുന്നു. എന്താണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. കോഴിക്കോട് ഞെട്ടിച്ച ഒരു കളവ് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു സ്വർണ്ണ മോഷണം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ സംഭവം. കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി വാഹനം ഇടിച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു ഈ മോഷണം. മുത്തമ്പലം സ്വദേശിയായിട്ടുള്ള ബൈജു അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു, വീട്ടിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു. ആ വേളയിലാണ് പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചുകൊണ്ട് ഈ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയും ആ വീണ ഉടനെ തന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി, അതുപോലെ തന്നെ ക്രൂരമായി ആക്രമിച്ചു. അതിനൊടുവിലാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന 2 കിലോയോളം സ്വർണം കവർച്ച ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം പ്രതികൾ സഞ്ചരിച്ചിരുന്നത് ഒരു വ്യാജ നമ്പർ ഘടിപ്പിച്ച കാറിലാണ് എന്നുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ 4 അംഗ സംഘമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറ് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചതാണ് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ്. വൈകാതെ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വളരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ പ്രതികൾ കൊണ്ടുവന്ന് ഈ സ്വർണ്ണ വ്യാപാരിയെ ഭീഷണിപ്പെടുത്താൻ കൊണ്ടുവന്ന കത്തി അവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഘട്ടമുണ്ടായി. അതായത് ഈ ഇടിച്ചു വീഴ്ത്തുകയും സ്വർണം കവരുകയും ചെയ്തു. പിന്നീട് ആളുകൾ കൂടിയപ്പോൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആ വേളയിലാണ് ആ കത്തിയൊക്കെ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാനാവുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാണ്. വളരെ വേഗത്തിൽ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം കൊടുവള്ളി പോലീസ് പങ്കുവെക്കുന്നത്. കൃഷ്ണ, പ്രജി.